ലാലു പ്രസാദ് യാദവ് രസകരമായ ധാരാളം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ അതുപോലാണ് ബീഹാറിലെ രാഷ്ട്രീയവും. ഇന്ന് ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി നാളെ മറ്റൊരു മുന്നണിയിൽ നിൽക്കുന്നത് കാണാം. ഒരേ മുന്നണിയിൽ നിന്ന് ജയിച്ചു വന്ന ഉടനെ തന്നെ മറ്റൊരു മുന്നണിയിൽ ചേരുന്നതും അവരുടെ മുഖ്യമന്ത്രിയായി ആ പാർട്ടിയുടെ നേതാവ് മാറുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ജാതി ഇത്രയേറെ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു സംസ്ഥാനമുണ്ടോ എന്നുള്ളത് സംശയമാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജാതിക്കൊരു വലിയ പ്രാധാന്യമുണ്ട്, ഒരു വലിയ റോള് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ ബീഹാർ പോലെ ജാതിയുടെ സ്വാധീനം ഇത്രമേൽ പ്രബലമായ മറ്റൊരു സംസ്ഥാനം ഉണ്ടാവണമെന്നില്ല. 2000-ലെ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം പടിഞ്ഞാറൻ പട്നയിലെ മന്ത്രിയിലൂടെ പോകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം കണ്ടു. അഖില ഭാരതീയ മഹിളാ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി ഒരു സുമൻ ലാലിന് വേണ്ടിയുള്ള ഒരു യോഗമാണ്. അത് സംഘടിപ്പിച്ചിരിക്കുന്നതൊക്കെ സ്ത്രീകൾ മാത്രമാണ്. ഈ പാർട്ടി സ്ത്രീകളുടേത് മാത്രമാണ്. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പാർട്ടിയുടെ പ്രസിഡൻറ്റ്. ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുമായി പരിചയപ്പെട്ടു. മലയാളിയായ സുധാ വർഗീസ് എന്ന് പറയുന്ന കന്യാസ്ത്രീയായിരുന്നു അത്. ഇപ്പം കന്യാസ്ത്രീ എന്ന് പറയുന്നത് ശരിയല്ല, നേരത്തെ കന്യാസ്ത്രീ ആയിരുന്നു. പിന്നീട് ഈ കന്യാസ്ത്രീ മഠങ്ങൾക്ക് പുറത്തുള്ള വളരെ വളരെ സാധാരണക്കാരായ പിന്നാക്കക്കാരായ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കന്യാസ്ത്രീ മഠം വിട്ടിറങ്ങിയ ആളായിരുന്നു മലയാളിയായ സുധാ വർഗീസ്. അവരാണ് ഈ പാർട്ടിയുടെ പ്രസിഡൻറ്റ്, അവരാണ് ഇത് രൂപവൽക്കരിച്ചത്. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. സ്ത്രീകൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന ഭീഷണികൾ. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ല, സമയമില്ല. അതുകൊണ്ട് പൊതുജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ഇടയിൽ അത് സംബന്ധിച്ചൊരു അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ സുമൻ ലാലിനെ ഈ പട്ന വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. തലയിൽ കുടമേന്തിയ സ്ത്രീയാണ് ഈ ഭാരതീയ മഹിളാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. കുറുപ്പന്തറ ചേന്നൻപറമ്പിൽ വർഗീസിൻ്റെ മകളായ സുധാ വർഗീസ് 30 വർഷം മുമ്പാണ് കർത്താവിൻ്റെ മണവാട്ടിയായി ഒരു കന്യാസ്ത്രീയുടെ ജീവിതം തിരഞ്ഞെടുത്തത്. സിസ്റ്റേഴ്സ് ഓഫ് നോട്ടർഡാം എന്ന് പറയുന്ന സന്യാസിനി സമൂഹത്തിലാണ് ആദ്യം അവർ ചേർന്നത്. 1986-ലാണ് സുധാ വർഗീസ് മഠം വിട്ടിറങ്ങിയത്. ആദ്യം ജമാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ പ്രവർത്തന കേന്ദ്രം. പിന്നീട് മുസഹർ അഥവാ മഞ്ചി എന്ന് പറയുന്ന ഒരു പിന്നാക്ക സമുദായക്കാർക്കിടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവർ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. ഇവരുടെ പ്രധാന ജോലി എലികളെ പിടിക്കുക എന്നുള്ളതാണ്. എലികളെ പിടിച്ച് അത് ഭക്ഷിക്കുന്ന സമൂഹമാണ് ഈ മുസഹർ എന്ന് പറയുന്നത്. അവർ സ്കൂളിൽ പോകാറില്ല, അവരെ സ്കൂളിൽ കയറ്റാറില്ല. അവർ ഈ എലി പിടിക്കാൻ പോകുന്ന സമയമൊഴികെ അവിടുത്തെ ഭൂ ഉടമകളുടെ പാടങ്ങളിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യും. അവർക്ക് യാതൊരു അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുമില്ല. അപ്പോൾ അവരുടെ ഇടയിലേക്ക് സുധാ വർഗീസ് കടന്നു ചെല്ലുകയാണ്. അപ്പം അവരുടെ ഒരു കോളനിയിൽ ചെന്നിട്ട് സുധാ വർഗീസ് പറഞ്ഞു, എനിക്ക് താമസിക്കാൻ നിങ്ങളുടെ ഒരു കുടിൽ തരണമെന്ന് പറഞ്ഞു. അവർ ഒഴിഞ്ഞു കിടന്നൊരു ധാന്യപ്പുര സുധാ വർഗീസിന് താമസിക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം അവർ ഇന്ന് വരെ ഈ മുസാഗർ സമുദായക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ദാനാപൂരിലെ ഖഗോളി എന്ന സ്ഥലത്ത് നാരി കുഞ്ചൻ എന്ന പേരിൽ ഈ മുസാഗർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇവരാരംഭിച്ചു. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമൂഹത്തിനിടയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ മന്ഥൻ എന്ന് പറയുന്ന മറ്റൊരു സാമൂഹിക സേവന സംഘടനയും ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനം കൂടുതലായിട്ടും ഈ മുസഹർ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലാണ്. അവരുടെ ജീവിത നിലവാരം, അവരുടെ സാമൂഹിക നിലവാരം അതൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. അവരിതിനിടയ്ക്ക് നിയമം പഠിച്ചു, നിയമ ബിരുദമെടുത്തു, ദാനാപൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ഈ മുസഹർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുഴുവൻ കേസുകളും അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, മുസഹറുകൾക്ക് എന്ത് പ്രശ്നമുണ്ടായും അവരുടെ മുമ്പിൽ സുധാ വർഗീസ് ഉണ്ടാവും. അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ഞാനവിടെ പോയി. ഈ മുസഹർ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നത് പോലെയുള്ളൊരു സാധാരണ കുടിലിലാണ് സുധാ വർഗീസും താമസിക്കുന്നത്. അവരിൽ ഒരാളായി അവരോടൊപ്പം അവരുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ പങ്കുചേർന്ന് അവർ കഴിയുകയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ഈ മുസഹർ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അത് അവരുടെ കുടിലിൽ തന്നെ അനൗപചാരികമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതിനപ്പുറം പെൺകുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് അവർ പരിശ്രമിക്കുന്നു. അവരെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായാൽ അവിടെയും സുധാ വർഗീസിൻ്റെ ഇടപെടൽ കൃത്യമായി നടന്നിരിക്കും. മുസഹറുകളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി 2006 രാഷ്ട്രം സുധാ വർഗീസിന് പത്മശ്രീ നൽകി ആദരിച്ചു. 2023 തിരുവനന്തപുരത്ത് നടന്ന മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ ഫെസ്റ്റിവലിൽ അതിഥിയായി സുധാ വർഗീസ് വന്നിരുന്നു. അന്ന് ഞാൻ അവരെ പോയി കണ്ടു. വളരെ സന്തോഷകരമായ ഒരു പുനഃസമാഗമമായിരുന്നു അത്. ഈ ഗ്രാമപ്രദേശങ്ങളിലെ നമുക്ക് സങ്കല്പിക്കാൻ മേലാത്ത പിന്നാക്കാവസ്ഥ, ഞാൻ അന്നത്തെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് പലപ്പോഴും ഇവിടങ്ങളിൽ സ്വാധീനമുറപ്പിക്കുന്നതിന് നക്സലൈറ്റുകളെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ സഹായിച്ചിട്ടുള്ളത്. വളരെ അടിസ്ഥാനപരമായ ജീവിത സൗകര്യങ്ങൾ പോലും ഗ്രാമങ്ങളിലില്ല. ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ 100-100 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ 200-300 വീടുകളുടെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഒരു സമാഹാരമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. യാത്രകളിലൊക്കെ ഈ ഗ്രാമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവരുടെ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന വളരെ വൃത്തിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടിലുകളിൽ ഇവർ താമസിക്കുന്നത്. വെള്ളമില്ല, വെളിച്ചമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ രാത്രിയിൽ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഈ ചില ഗ്രാമങ്ങളിൽ സ്ത്രീകൾ കയ്യിലൊരു മൊന്തയുമായിട്ട് ഒരു വിളക്കുമായി ഇങ്ങനെ ഒരു നിരയൊപ്പിച്ച് നടന്നു പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ സ്ത്രീകളൊക്കെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഈ രാത്രിയുടെ മറവിലാണെന്നാണ്. അതുപോലെ പിന്നാക്കാവസ്ഥയായിരുന്നു ഞാൻ ഈ പറയുന്ന കാലത്ത് 2000 ആണ്ടിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ ബീഹാറിലുണ്ടായിരുന്നത്. അതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവിടെ പ്രബലരായത്. അതുപോലെ തന്നെ അവിടുത്തെ സ്വകാര്യ സേനകൾ, അവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ട്. ഈ ഭൂമികാർ എന്ന് പറയുന്ന വലിയ സമ്പന്ന ഭൂ ഉടമകൾ, അവർ രൂപവൽക്കരിച്ച രൺവീർ സേന, അവർക്കൊക്കെ വല്ലാത്ത സ്വാധീനമാണ് ഈ സമുദായത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അവരുടെ പാടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിൽ അവർക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. അതുപോലെയാണ് കുൻവർ സേന, അത് രജപുത്ര ചെറുപ്പക്കാർ മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് വേണ്ടി രൂപവൽക്കരിച്ചതാണ്. ഇങ്ങനത്തെ ധാരാളം സ്വകാര്യ സേനകൾ, അത് രാഷ്ട്രീയ പാർട്ടികളുടേതുണ്ട്, വ്യക്തികളുടേതുണ്ട്. ഇതൊക്കെ അക്കാലത്ത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഘടകങ്ങളാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുശീൽ കുമാർ മോഡി, സമതാ പാർട്ടിയുടെ നിതീഷ് കുമാർ, അതുപോലെ RJDയുടെ ലാലു പ്രസാദ് യാദവ്, ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വട്ടം ചുറ്റുന്നത്. ലാലു പ്രസാദ് യാദവ് നഗരത്തോട് ചേർന്നുള്ള ദാനാപൂരിൽ മത്സരിക്കുന്നുണ്ട്. ഒപ്പം രണ്ടാമതൊരു സീറ്റിലും അദ്ദേഹം ജനവിധി തേടുന്നു. അത് വൈശാലി ജില്ലയിലെ രാഘവപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. അപ്പോൾ ഒരു ദിവസം RJDയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പിറ്റേന്ന് ലാലു പ്രസാദ് യാദവ് രാഘവപൂരിൽ പത്രിക നൽകാനായിട്ട് പോവുകയാണ്. അത് ഈ വൈശാലി ജില്ലയുടെ തലസ്ഥാനമായ ഹാജിപ്പൂരിലാണ് പത്രിക നൽകുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കൂടെ വരാം, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഓഫീസിലുള്ളവർ പറഞ്ഞു.
ഒരു നല്ല അവസരമാണ്, തീർച്ചയായും വരുന്നുണ്ട് എന്ന് അവരോട് പറയുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി ആനീസ് മാർഗിലെ 1-ാം നമ്പർ വസതി, അതാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി, അവിടെ എത്തിയപ്പോൾ നിറയെ പുരുഷാരമാണ്. നേതാക്കന്മാരും പ്രവർത്തകരും അടങ്ങുന്ന ഒരു വൻ ജനക്കൂട്ടം അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ റോഡ് ഷോയ്ക്ക് അല്ലെങ്കിൽ പത്രിക സമർപ്പിക്കാനുള്ള യാത്രയിൽ കൂടെ പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാബ്രി ദേവിയെ കാണാനേ ഇല്ല. അവർ മത്സരിക്കുന്നുണ്ട്, അവരാണ് നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നത്, പക്ഷേ അവരെ അവിടെ കാണാൻ തന്നെ ഇല്ല. എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ലാലു പ്രസാദ് യാദവിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ഒരു വലിയ ബംഗ്ലാവ് പോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഔട്ട് ഹൗസിലാണ് ഇദ്ദേഹം ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. ഞാൻ അവിടേക്ക് ചെന്നു. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വലിയ കൂറ്റൻ മാവുകളിങ്ങനെ നിഴൽ വിരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഔട്ട് ഹൗസിൻ്റെ മുമ്പിൽ ഒരു ചൂരൽ കസേരയിൽ ഇദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഒരു മാഞ്ചുവട്ടിൽ വലിയൊരു മാവിൻ്റെ തണലത്ത് അദ്ദേഹം ഇരിക്കുന്നു. ഞാൻ ചെന്നു, ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അല്പസമയം എടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വളരെ രസകരമായ ഒരു രീതിയിലാണ്. ഇതിനെ ഒരു ഇലക്ഷനെന്നോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് എന്നോ ഒന്നും അദ്ദേഹം കാണുന്നില്ല. ഇതൊരു ലൈസൻസ് പുതുക്കലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വൻകിട ഭൂ ഉടമകളോടും ഫ്യൂഡൽ പ്രഭുക്കളോടുമൊക്കെ പൊരുതി സാധാരണക്കാരുടെ, പിന്നാക്കക്കാരുടെ, ദളിതരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ലൈസൻസ്, അതിൻ്റെ ഒരു പുതുക്കലാണ്. അത് ഇവിടുത്തെ ഈ ജനങ്ങൾ, പിന്നാക്കക്കാർ, ദളിതർ, സമുദായക്കാർ ഞങ്ങൾക്ക് പുതുക്കിത്തരും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. കുറേ നേരം സംസാരിച്ചു. അപ്പോഴേക്കും ഈ ഹാജിപ്പൂരിലേക്കുള്ള പത്രിക സമർപ്പണ യാത്രയ്ക്കുള്ള സമയമായി. 100ഓളം ബൈക്കുകളാണ് ആദ്യം സഞ്ചരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ലാലു പ്രസാദ് യാദവ്, അദ്ദേഹം കയറിയിട്ടുള്ള ഒരു രഥം പോലെയുള്ള ഒരു വാഹനം. പിന്നീട് 100 കണക്കിന് കാറുകൾ അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. അതിലൊരു വാഹനത്തിലാണ് ഞങ്ങളൊക്കെ കയറിയിട്ടുള്ളത്. ലാലു പ്രസാദ് യാദവ് ഹാജിപ്പൂരിലെത്തുമ്പോഴേക്കും നഗരം നിറയെ പാർട്ടി പ്രവർത്തകരായിരുന്നു. എങ്ങും RJDയുടെ കൊടികൾ മാത്രമാണ് കാണാനുണ്ടായിരുന്നത്. പച്ചയിൽ റാന്തൽ ആലേഖനം ചെയ്ത RJD കൊടികൾ. നഗരം RJD പ്രവർത്തകരെ പിടിച്ചെടുത്തതുപോലെയാണ് തോന്നിയത്. അവിടെ ആഘോഷമായിട്ട് അദ്ദേഹം പത്രിക സമർപ്പിച്ചു. അതൊരു വലിയ ഒരു വിജയഘോഷയാത്രയാണ് ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു വലിയ വൻ റോഡ് ഷോ. അതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പത്രിക സമർപ്പിക്കാനുള്ള യാത്ര അനുസ്മരിപ്പിച്ചത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇതിനിടയ്ക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തെക്കൻ ബീഹാറിലെ പലാമു, ഛാത്ര, ഗയ എന്നീ ജില്ലകളിലേക്ക് ഒരു യാത്രാ പരിപാടി തയ്യാറാക്കി. ഒപ്പം ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പട്ന എഡിഷൻ്റെ റെസിഡൻ്റ് എഡിറ്ററായ മാമൻ മാത്യു എന്ന മലയാളിയായിരുന്നു. അദ്ദേഹം ദീർഘകാലമായിട്ട് പട്നയിൽ പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്തുള്ള നെല്ലിക്കമൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ആളാണ്. അവരുടെ കുടുംബമായിട്ട് അവർ നേരത്തെ മുതൽ തന്നെ പട്നയിലാണ്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. മാമൻ മാത്യുവും ഞങ്ങളും കൂടെ 4-5 ദിവസത്തെ ഒരു യാത്രയാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ഗ്രാമങ്ങളിലൊക്കെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഈ മാമൻ മാത്യുവിന് അവിടുത്തെ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ അതിൻ്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. നേരത്തെ CPML-ൻ്റെ പ്രധാന നേതാക്കളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു പത്രപ്രവർത്തകനാണ് മാമൻ മാത്യു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗ്രാമങ്ങളുടെ നാഡീസ്പന്ദനം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രാമങ്ങൾ തോറും കയറി പോകുന്നത്. കാരണം ഗ്രാമവാസികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വൃത്തിഹീനമായ
ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ മാമൻ മാത്യു ചില സന്ദർഭങ്ങളിൽ എന്നെ ചിലരെ കാണിച്ചു തന്നു. അതായത് അവരൊക്കെ വലിയ പുതപ്പ് പോലെ എന്തോ മൂടി പുതച്ചാണ് ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പുതപ്പിനുള്ളിൽ തോക്കുകളാണ്. ചിലപ്പോൾ ആ തോക്കിൻ്റെ അഗ്രം നമുക്ക് പുറത്തേക്ക് കാണാം. കാരണം ഈ ഗ്രാമങ്ങളൊക്കെ ഈ മാവോയിസ്റ്റുകളുടെ സ്വാധീന വലയത്തിലാണ്. അവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ വാർത്തകൾ ശേഖരിക്കുന്നതിൽ, അതായത് വാർത്തകളുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് പോലീസ് സ്റ്റേഷനുകളാണ്. നമ്മൾ സാധാരണ കേരളത്തിലെ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ പോലീസ് സ്റ്റേഷനുകളെ ഒരു സോഴ്സ് എന്ന നിലയിൽ ബന്ധപ്പെടാറുള്ളൂ. പക്ഷേ ഇവിടെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ പോലീസ് സ്റ്റേഷനുകളിൽ കയറി അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പം അവർക്ക് ധാരാളം ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബാലുമുട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി. ഒരു വളരെ വിശാലമായ ഒരു ഗ്രാമമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ, SHO എന്നാണ് അവർ പറയുക, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ ചെന്നു. മാമൻ മാത്യുവൊക്കെ അവരുമായിട്ട് സംസാരിച്ചു. അവർ വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളിനി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞങ്ങൾ അടുത്ത ഛത്ര എന്ന് പറയുന്ന ഒരു ജില്ലയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ജില്ലാ തലസ്ഥാനം നമ്മുടെ കോട്ടയം പോലൊരു പട്ടണമാണ്. അത്രയൊക്കെ ഒരു വികാസം വന്നിട്ടുള്ള ഒരു പട്ടണമാണ്. അവിടെയാണ് ഞങ്ങൾ രാത്രി കഴിച്ചു കൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ SHO വളരെ ആശങ്കയോടുകൂടി ചെറിയൊക്കെ ടെലിഫോൺ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാമൻ മാത്യുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രിയിൽ, അപ്പോൾ ഏതാണ്ട് സന്ധ്യയാകുന്നു, നിങ്ങൾ ഈ രാത്രിയിൽ ഇനി സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ല. ഇനി കാടാണ്, വനപ്രദേശത്തുകൂടിയാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഛത്ര എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തുക. അപ്പം നിങ്ങളിനി പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ വിവരങ്ങൾ നൽകുന്ന ആളുകളുണ്ട്, ഇൻഫർമേഷൻ നൽകുന്ന ആളുകൾ. അവരെയാണ് ഈ വിളിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിലൊക്കെ അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അതായത് മാവോയിസ്റ്റുകളുടെ മൂവ്മെൻറ്റ്സ് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഈ ഡാൾട്ടൻഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് F. അഹമ്മദ് എന്നാണ്. അദ്ദേഹം ഇങ്ങനെ പട്നയിൽ നിന്നുള്ള കുറച്ച് പത്രപ്രവർത്തകർ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പം അദ്ദേഹവുമായിട്ടും ഇൻസ്പെക്ടർ സംസാരിച്ചു. അപ്പം ഈ അഹമ്മദും പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു ഇൻഫർമേഷനുണ്ട്, മാവോയിസ്റ്റുകൾ അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വല്ലാത്ത വിഷമത്തിലായി. ഈ ഛത്രയിൽ താമസിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ബാലുമുട്ടെന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു പട്ടണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു അത്യാവശ്യം വലിയൊരു ഗ്രാമമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു വല്ലാത്തൊരു വിഷമത്തിലായി. അപ്പോൾ പോകുന്നത് സുരക്ഷിതമല്ലെന്ന് മാത്യുവും പറഞ്ഞു. മാത്യുവിന് ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ ഇവിടെ താമസിക്കും. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, സാരമാക്കണ്ട, എൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളെ അദ്ദേഹം അവിടേക്ക് കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ തന്നു. പിന്നീട് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഛാത്ര, അത് കഴിഞ്ഞിട്ട് ഗയ മുതലായ സ്ഥലങ്ങളിലേക്ക് പോയത്. പട്നയിലായിരിക്കെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ചാണ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായ സുശീൽ കുമാർ മോഡിയുമായി പരിചയപ്പെട്ടത്. അദ്ദേഹമാണ് NDAയുടെ പ്രധാനപ്പെട്ട നേതാവ്. NDA മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാവുമാണ് സുശീൽ കുമാർ മോഡി. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു മരുമകനാണ്, ഒരു സണ്ണിലോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മലയാളിയെയാണ്, ജെസ്സി ജോർജ്, അവരാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു സന്തോഷകരമായൊരു രസകരമായൊരു വാർത്തയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കഥ പറഞ്ഞു, എങ്ങനെയാണ് അവർ തമ്മിൽ പരിചയപ്പെട്ടത്, വിവാഹിതരായത്. ഇദ്ദേഹം പഠിക്കുന്ന സമയത്ത് ABVPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു.
അപ്പോൾ ഈ ബോംബെയിൽ ഡൽഹി യാത്രകൾ പലപ്പോഴും ഉണ്ടാവും. ഒരിക്കൽ ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ വെച്ചാണ് ഈ ജെസ്സി ജോർജിനെ പരിചയപ്പെട്ടത്. അന്ന് ഈ ജെസ്സി ജോർജ് ബോംബെയിൽ ഒരു നഴ്സിംഗ് കോളേജിലോ മറ്റോ പഠിപ്പിക്കുകയാണ്. ഇതൊരു അവധിക്കാലമാണ്. അവർ ഈ കശ്മീരിലെ ദേശാടന പക്ഷികളെ പറ്റി പഠിക്കാനുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് തീവണ്ടിയിൽ സുശീൽ കുമാർ മോഡിയെ കാണുന്നത്. അവർ തമ്മിൽ പരിചയപ്പെട്ടു. ആ പരിചയം ഒരു സ്നേഹബന്ധമായി വളർന്നു. പിന്നീട് സുശീൽ കുമാർ മോഡി ജെസ്സി ജോർജിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ജെസ്സി ജോർജ് പൊൻകുന്നത്ത് അറയ്ക്കൽ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് വളരെ നേരത്തെ ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ആളായിരുന്നു. അമ്മ ഒരു ഗോവക്കാരിയാണ്. അവസാനം എന്നെ സുശീൽ കുമാർ മോഡി ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ന ദിവസം വരാൻ പറഞ്ഞു, അവിടെ ജെസ്സിയെ കാണാം, പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ദിവസം അവിടെ എത്തി. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു, കുടുംബചരിത്രമൊക്കെ പറഞ്ഞു. ജെസ്സിയും അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ആ ഒരു കൂടിക്കാഴ്ചയിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഉണ്ടാവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പിൽ NDA വലിയ വിജയം നേടും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാവാം ആ ചർച്ച ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് അധികമായി കടന്നു പോകാതിരുന്നത്. ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ദുഃഖകരമായ ഒരു വശം കൂടി പറയേണ്ടിയിരിക്കുന്നു. 2024 മെയ്യിൽ ജെസ്സി അർബുദ രോഗബാധയെ തുടർന്ന് ഇഹലോകവാസം വെടിഞ്ഞു. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയുന്നത് അവൻ്റെ സോഴ്സസാണ്. അതായത് വാർത്താ ഉറവിടങ്ങൾ, നമുക്ക് വാർത്ത തരുന്ന വ്യക്തികൾ. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ പറഞ്ഞു തരാൻ ധാരാളം ആളുകളുണ്ടാകും. പക്ഷേ വിശ്വാസയോഗ്യമായ രീതിയിൽ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്ന ഈ വാർത്താ ഉറവിടങ്ങളാണ് ഒരു ലേഖകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മേഖലയായിക്കോട്ടെ, സോഴ്സസ് ഒരു വളരെ പ്രധാനമാണ്. ഞാൻ ഡൽഹി, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കാസർഗോഡ് മുതലായ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുന്നുണ്ട്. എവിടെയാണെങ്കിലും നമുക്ക് റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു ബീറ്റ് എന്ന് പറയുന്നത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്.